Hello guys, welcome to the ownership review of Honda CB200X 2023. ഞാനിതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അതിൽ അത്യാവശ്യം നല്ല വ്യൂസ് വന്നു. അപ്പം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഇടാമെന്ന്. ഇതിപ്പം വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഒരു 700+ കിലോമീറ്ററും കവർ ചെയ്തു. ഇപ്പം വണ്ടീനെ പറ്റി പറയുന്നതെങ്കിൽ ഞാൻ ദിവസം കോളേജിലേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ക്യാരക്ടർ മനസ്സിലാവും. വണ്ടി ശരിക്കും ഒരു കമ്മ്യൂട്ടറാണ്, ഇത് ഒരു അഡ്വഞ്ചറേ അല്ല. ഞാനൊരിക്കൽ കോളേജിൽ നിന്നൊരു ഇതിലൊന്നും തിരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ട്. വേറൊരു പ്രശ്നവും വണ്ടിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ ക്രാഷ് ഗാർഡ് നല്ല യൂസ്ഫുള്ളാണ്, പല സമയത്തും ഇതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സസ്പെൻഷനിൽ തുടങ്ങാം. ഈ വണ്ടി നല്ല സ്റ്റിഫാണ് ചില സമയത്തൊക്കെ, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാണ്. പക്ഷേ അതേ സമയത്ത് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റായിട്ടും തോന്നിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒരുപോലെ ആണെന്നറിയില്ല, എന്നാലും എനിക്കങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നമ്മളെ നടുവിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ മുമ്പിലോട്ട് നല്ല രീതിക്ക് അടി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഏത് ഹമ്പ് ചാടുന്നാണെങ്കിലും നല്ല രീതിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ടയർ ഈ ക്രോസ് ആയിട്ടുള്ള ടയറൊക്കെയാണ്, പക്ഷേ ഈ ഓഫ് റോഡോ അല്ലെങ്കിൽ സാധാരണ മടി റോഡിലൊന്നും വലിയൊരു ഗ്രിപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ ലൈറ്റിൻ്റെ വിസിബിലിറ്റി മോശമില്ല. എല്ലാവരും മോശമാണെന്നാണ് പറഞ്ഞത്. ഞാനും ഈവൻ ഫസ്റ്റ് റിവ്യൂവിൽ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പം തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. സാധാരണ ഒരു ഹാലോജൻ ബൾബിൻ്റെ ഒരു അതേ ഇൻറ്റൻസിറ്റി തന്നെയാണ് തോന്നിയത്. ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു ലുക്ക് കൂട്ടുന്നൊരു സംഭവം തന്നെയാണ് ഇൻഡിക്കേറ്റർ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡർ സീറ്റ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിൽ പോകുമ്പോൾ ഒന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ പില്ലൻ സീറ്റ് നല്ല ഹാർഡാണ്. ഇത് നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതിനൊരു കുറച്ചൊരു ഹാർഡ്നെസ് ഉണ്ട്. പിന്നെ ബാക്ക് നിന്ന് നോക്കുന്നതാണെങ്കിൽ ഇതിന് ഒരു ഹോർണറ്റിൻ്റെ അതേ സ്റ്റാൻസാണ്. പിന്നെ ഈ ഒരു ഗ്രാബ് റൈഡ് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ തന്നെ പലപ്പോഴും ബാക്കിൽ പിടിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഹോള് പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാനുള്ളൊരു ഇതുണ്ട്. പിന്നെ അടുത്ത പറയുന്നതാണെങ്കിൽ വണ്ടീൻ്റെ എൻജിനെ കുറിച്ചിട്ടാണ്. എൻജിൻ ഞാൻ അധികം സ്ട്രെസ് ചെയ്തിട്ടൊന്നും ഓടിച്ചിട്ടില്ല, പക്ഷേ പോകുന്നുണ്ട് വണ്ടി. പിന്നെ ഗിയറൊക്കെ നമ്മൾ വേഗം ഇടണം. എനിക്കറിയില്ല, ഞാൻ ബിഗിനർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്നാലും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 27 ആകുമ്പം തന്നെ ഞാൻ തേർഡിൽ ഇടലുണ്ട്. അല്ലെങ്കിൽ ഒരു വണ്ടി ഒരു ഗിയറിന് വേണ്ടി ചോദിക്കുന്ന പോലെ തോന്നും. പിന്നെ ചില സമയത്ത് എനിക്ക് ഇതിനൊരു 6th ഗിയറും കൂടി ഉണ്ടെങ്കിൽ എന്ന് തോന്നിപ്പോയി. എല്ലാവരും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ചില ഇൻസിഡൻസിൽ എനിക്ക് തോന്നിന് ഒരു 6th ഗിയറും കൂടി ഉണ്ടെങ്കിൽ വണ്ടി കുറച്ചുകൂടി പുള്ളയായിരുന്നു എന്ന്. പിന്നെ ഈ വിൻഷീൽഡിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ വിൻഷീൽഡ് വലിയ യൂസ്ഫുള്ളൊന്നുമില്ല. പക്ഷേ ഞാനിത് എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും ഉള്ളൊന്നും വിസിബിളായിട്ടുള്ള സാധനമല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാഴ്ച മുടങ്ങുമെന്ന്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കുന്നതാണെങ്കിൽ ഈ ഒരു താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വിസിബിലിറ്റി ഒന്നും മുടക്കാത്ത ടൈപ്പിലാണ്. പിന്നെ വലിയ യൂസൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഹാൻഡിൽ ബാർ റേസ് ആയതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് ഈ നടുവേനയും അതുപോലെ തന്നെ നമ്മളെ കൈ ശരിക്കും അപ്രൈറ്റായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് നമ്മൾ. പിന്നെ അടുത്ത പറയുന്നതാണെങ്കിൽ ഞാൻ കുറേ ഭാഗം അന്നത്തെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം 700 കിലോമീറ്ററായി. മൈലേജ് എനിക്ക് 46 കിട്ടുന്നുണ്ട്. ഫസ്റ്റ് നോക്കിയപ്പം 42 ആയിരുന്നു. പിന്നെ ഫസ്റ്റ് സർവീസും കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഫ്യൂൽ അടിച്ചപ്പം ഞാൻ മറ്റേ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫുള്ള് കളഞ്ഞിട്ടല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് എത്ര കിലോമീറ്റർ ട്രിപ്പ് ബി 0 ആക്കിയിട്ട് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫസ്റ്റ് ടൈം എനിക്ക് 42 കിട്ടിയത്. 42 ഫുള്ള് കിട്ടിയിട്ടില്ല, 41.9 കിട്ടിയത്. ഇപ്പം 46.2 അത്രയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നതാണെങ്കിൽ ഈ എക്സോസ്റ്റ് ഐഡലിനൊന്നും വലിയ സൗണ്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ചില സമയത്ത് എനിക്ക് ഓടിക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു സൗണ്ട് ഫീൽ ചെയ്യലുണ്ട്. പിന്നെ പറയുന്നതാണെങ്കിൽ ഞാൻ ഇത് വണ്ടി ഓണാക്കിയിട്ട് കാണിച്ചു തരാം.
വണ്ടി ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ DRLും ലോ ബീമും കത്തും. ഇപ്പം കാണുന്നുണ്ടാവില്ല. പിന്നെ വണ്ടീൻ്റെ ഐഡൽ സൗണ്ട് ഇങ്ങനെയാണ്. എക്സോസ്റ്റ് ശരിക്കും ഉണ്ടല്ലോ, ഇത് ഞാൻ പലരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ എക്സോസ്റ്റാണ് ഉണ്ടത്. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ശരിക്കും 200 ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടി ഞാൻ ഒച്ചയുണ്ടാവും. ശരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടി നല്ലൊരു ബിഗ് ബൈക്ക് ഫീലുണ്ട്. അത്ര ബിഗ് ബൈക്കാണെന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. പിന്നെ ഒട്ടും കുനിയേണ്ട ആവശ്യമില്ല വണ്ടിക്ക്. ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഫുഡ് പാക്ക് കുറച്ച് റിയർ സെറ്റായിട്ട് എനിക്ക് തോന്നിന്. ഈ രീതിയിൽ നമ്മൾ കാല് വെക്കേണ്ടി വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5'10" ആണ്. അപ്പം എൻ്റെ കാല് കുറച്ച് ഞാനിങ്ങനെ മടക്കി വെക്കേണ്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പെയിൻ്റൊക്കെ നല്ല ക്വാളിറ്റി തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഹോണ്ടേൻ്റെ പെയിൻറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ ചിപ്പായി പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ദിവസം എന്നല്ല, എന്നാലും ഒരു 2 ദിവസം കൂടുമ്പോൾ ഞാൻ നല്ല രീതിക്ക് കഴുകലുണ്ട് വണ്ടി. ഇനിയിപ്പം ഒന്ന് പോയിട്ട് വന്നതിൻ്റെ കുറച്ച് ചളി അവിടെ ഇവിടെ ആയിട്ടെല്ലാം ഉണ്ട്. പിന്നെ ഈ ബ്ലാക്ക് കളറ് അത്യാവശ്യം എന്താ പറയുക, ഐ ക്യാച്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും വണ്ടി ഒരു റോഡ് പ്രസൻസ് ഉണ്ട് ചില സമയത്ത്. ഇതിനെക്കാട്ടും ഇതിൻ്റെ പഴയ റെഡ് 2021 ഇറങ്ങിയ റെഡ് കളറിന് കുറച്ചുകൂടി ഒരു റോഡ് പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് ഇപ്പോഴത്തെ പുതിയതിന് വരുന്നില്ല. കാരണം ആ ഒരു സ്റ്റിക്കറിങ് വർക്ക് ഇപ്പം മാറിയതിന് ശേഷം. അടുത്ത എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ക്ലച്ചിനെ കുറിച്ചിട്ടും ഗിയറിനെ കുറിച്ചിട്ടുമാണ്. ക്ലച്ച് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ്. ഇത് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്ത് ക്ലച്ചാണ്. ഈ ട്രാഫിക് ജാമിനൊക്കെ നല്ല രീതിക്ക് ഫിൽട്ടർ ചെയ്ത് പോകുമ്പോൾ കൈക്കൊന്നും വിരലിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗിയറിനെ കുറിച്ചിട്ട് പറയുന്നതാണെങ്കിൽ ഗിയർ അപ്പ് ഷിഫ്റ്റ് എല്ലാം നല്ല സ്മൂത്താണ്. എനിക്ക് ആദ്യമെല്ലാം കുറച്ച് ഫോൾസ് ന്യൂട്രൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല. ആദ്യം ബിഗിനർ ആയതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷേ അപ്പ് ഷിഫ്റ്റ് നല്ല സ്മൂത്താണ്. പക്ഷേ ഈ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കിട്ടുക്ക് എന്നുള്ളൊരു ഒച്ച ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ മൗണ്ടൊന്നുമില്ല, ഞാനിപ്പോൾ ഓടിക്കുന്നതാണെങ്കിൽ എനിക്കതിൻ്റെ കറക്റ്റ് കാണിച്ചു തരാൻ പറ്റും. അത് ശരിക്കും അത് ചിലപ്പോൾ ഫീൽ ചെയ്യലുണ്ട്. അത് എന്തെങ്കിലും RPM ശരിയാവാത്തതുകൊണ്ടായിരിക്കുമോ ഒന്നും അറിയില്ല. ചില സമയത്ത് അങ്ങനെ തോന്നലില്ല, എപ്പോൾ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു 60% ടൈം അങ്ങനെ തോന്നലുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ് എന്താ പറയുക, കുറച്ച് ചളി പിടിച്ചിട്ടുള്ളത്. ഞാൻ അധികം സെൻട്രൽ സ്റ്റാൻഡിൽ തന്നെയാണ് വെക്കൽ. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നതാണ് നല്ലത്, ചെരിച്ച് വെക്കേണ്ടതാണ്. എനിക്കിതിൻ്റെ വലിയ ടെക്നിക്കൽ കാര്യം അറിയില്ല. പിന്നെ അത്ര തന്നെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വണ്ടി ഉപയോഗിച്ചിട്ട് നോക്കുമ്പോൾ നല്ല വണ്ടി തന്നെയാണ്. കുറേ ആൾക്കാർ ഇതിനെ എന്താ പറയുക, ഇപ്പോൾ എടുക്കണ്ടിയോ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു 2 lakh അണ്ടറിൽ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകാനുള്ള ബൈക്കാണ് വേണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ടേക്ക് ഇറ്റ്. കാരണം ഇത് ഒരു 1,86,000 മുതൽ 88,000 വരെ അതിൻ്റെ പല ഇടയ്ക്കുള്ള പ്രൈസ് വരുന്നത്. അതിൽ നല്ല വണ്ടി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം, ഡോമിനാർ 250 ഒക്കെ എടുക്കാം. അതിനൊക്കെ പക്ഷേ ഒരു 230 എല്ലാം പോകുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച വണ്ടികൾ ഒന്ന് റോണിനായിരുന്നു. പിന്നെ റോണിന് എനിക്ക് അതിനെപ്പറ്റി മോശം പറയുന്നില്ല, പക്ഷെ എൻ്റെ ഹൈറ്റിന് അതൊരു ചേരുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം. ഇത് ഒരു റോഡ് പ്രസൻസ് ഉണ്ട്. റോണിൻ്റെ അത്ര ഫീച്ചേഴ്സൊന്നും ഇതിനില്ല, നിങ്ങൾ ആ കാര്യത്തിൽ നോക്കണ്ട. റോണിൻ നല്ല ഫീച്ചർ റിച്ച് വണ്ടി തന്നെയാണ്. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സത്യം പറഞ്ഞാൽ കിട്ടിയത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയുന്നതാണെങ്കിൽ, നിങ്ങളൊരു ഓഫ് റോഡ് വണ്ടിയാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം ഇത് ഓഫ് റോഡിന് പറ്റിയതേ അല്ല. ഇതിൻ്റെ സസ്പെൻഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, ആകെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് പാനലാണ്, എന്തായാലും അടിച്ചാൽ പൊട്ടും. പിന്നെ ടയറൊക്കെ ഈ മുമ്പിലൊക്കെ വൈഡാണ്. അതുപോലെ തന്നെ ഇത് 17 ഇഞ്ചസുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒന്നുമില്ല. പിന്നെ പറയുന്നതാണെങ്കിൽ ഷാസിയും ഒന്നും സത്യം പറഞ്ഞാൽ ഇതൊരു ഓഫ് റോഡ് ബൈക്കേ അല്ല. ഇതിൻ്റെ ഈ ഒരു മുമ്പിലത്തെ ലുക്ക് കണ്ടിട്ട് ഇത് സത്യം പറഞ്ഞാൽ പക്ഷേ ടൂറിങ്ങിന് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്.
കാരണം വലിയ ഒരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാറിൽ ഉള്ളതുകൊണ്ട് ഒരു കുറച്ചധികം ദൂരം നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാം. പിന്നെ മൈലേജും ഇപ്പം തന്നെ എനിക്ക് 46 കിട്ടുന്നുണ്ട്. സെക്കൻഡ് സർവീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്കൊരു നല്ല 45+ മൈലേജും ഉള്ളൊരു വണ്ടി ഒരു ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ CB 200Xൻ്റെ റിവ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.